പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. എയർപോർട്ടിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ മേഡത്തിന്റെ വീട് എനിക്കറിയാം. ഈ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് നോക്കാം. ഇനിയിപ്പോ കാശ് കിട്ടോ ഇല്ലെന്ന് അറിയില്ലട്ടാ. ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ പതിവ് പോലെ അല്ലട്ടാ 1 മണിക്കാണ് കേട്ടോ ഇറങ്ങണത്. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ എല്ലാ ആപ്പും ഞാൻ ഓണാക്കിയിട്ടുണ്ട്. വീഡിയോ എടുക്കണ മുമ്പ് തന്നെ ഞാൻ എല്ലാം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 1 മണിയാണ്. ഇതിൽ ഞാൻ 153 രൂപ കൊടുക്കാനുണ്ട്. ഊബറിൽ ഞാൻ 400 രൂപ കൊടുക്കാണ്ടായിരുന്നു. ഊബറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓലയിൽ ഞാൻ ഇപ്പൊ കൊടുക്കണില്ല. ഓലയിൽ ഒരു 200-300 രൂപ ആകട്ടെ എന്നിട്ട് കൊടുക്കാം. യാത്രയും കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കാം. ആദ്യം വന്ന് ഇതെങ്ങോട്ടാണ്? ഇന്റർനാഷണൽ എയർപോർട്ട്. ഗൈസ്, എയർപോർട്ടിലേക്ക് ഒരു അടി കിട്ടിയിരുന്നു കേട്ടോ. മച്ചന്മാരപ്പാ ഞാൻ പോയി പിക്ക് ചെയ്തിട്ടാ. പിന്നെ നമ്മുടെ ടോളിൻ്റെ പരിപാടി ഇപ്പം എടുത്ത് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ടോളിൻ്റെ ഫീസ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സീനാണ്. നമുക്ക് മാക്സിമം നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ എയർപോർട്ടിലാണ് എത്തിയേക്കണത്. ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഗൈസ്, എനിക്ക് 833 രൂപ കിട്ടിയിട്ടാ എയർപോർട്ടിലേക്ക്. പിന്നെ ഞാൻ ആ മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാ, ഇപ്പോൾ കുറേ പേര് പറയണ്ടല്ലോ നമുക്ക് ടോളിൽ ഫീസ് ഇപ്പോൾ ഊബർ നമുക്ക് തന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ബ്രോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. സോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ എയർപോർട്ടിലേക്ക് വന്നത്. ശരിക്കും ഇത് ടോൾ ആഡ് ആയിട്ടില്ല. ശരിക്കും 1 ട്രിപ്പ് കംപ്ലീറ്റഡ്. ശരിക്കും ഇതിൽ ടോൾ ആഡ് ആയിട്ടില്ല കേട്ടോ ഇപ്പോഴെനിക്ക്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ടോൾ ആഡ് ആകുന്നില്ല നമ്മുടെ ഊബറിൽ. സോ ഞാനപ്പോൾ കയറിയപ്പോൾ മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു, മേഡം ഒരു 100 രൂപ എനിക്ക് എക്സ്ട്രാ വേണം, ഇതേപോലെ ടോൾ ആഡ് ആവുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു 100 രൂപ എക്സ്ട്രാ തന്നിട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ. അപ്പോൾ മേഡം എൻ്റെ അടുത്ത് ശരിക്കും കൂടുതലും ഊബർ യൂസ് ചെയ്യണ ഒരാളാണ് കേട്ടോ ആ മേഡം. അപ്പോൾ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ അത് ശരിയല്ലല്ലോ, വേറെ ആരും ഇന്നെ പോലെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു, മേഡം ഒന്ന് വേറൊരു വണ്ടി വിളിക്കാവോ, കാരണം ഞങ്ങൾക്ക് ടോളും ആഡ് ആവുന്നില്ല, പിന്നെ അവിടെ നിന്ന് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ മേഡത്തിനോട് പറഞ്ഞു, ഒന്ന് വേറെ ബുക്ക് ചെയ്യാമോ മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ മേഡം പറഞ്ഞ എൻ്റെ അടുത്ത്, എനിക്ക് ധൃതിയാണ്, എനിക്ക് പെട്ടെന്ന് പോകണം, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ. നല്ല മേഡമായിരുന്നു, നല്ല ഒരു അടിപൊളി കസ്റ്റമറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്, അതായത് എക്സ്ട്രാ 100 രൂപ തരാമെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരത്തി. ആ കസ്റ്റമർ വില്ലിങ് ആയിരുന്നു, 100 റുപ്പീസ് തരാൻ വില്ലിങ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 100 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ, ഊബർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഊബർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് 100% പ്രശ്നമാണ്. ഊബറിൻ്റെ പോളിസിയിൽ നമ്മൾ 100 രൂപ ചോദിക്കാൻ പാടില്ല സത്യത്തിൽ. ആ ഒരു കസ്റ്റമർ നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഊബറിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഊബർ ഓടാനേ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ 100 രൂപ ചോദിച്ചത് കസ്റ്റമറിൻ്റെ ഒരു എന്താണ് കസ്റ്റമർ ചെയ്യണേന്ന് അറിയാൻ. ഞാൻ ഇന്നേ വരെ 100 രൂപ ചോദിച്ചിട്ടില്ല ഒരു കസ്റ്റമറുടെ അടുത്ത് എയർപോർട്ടിൽ വരുമ്പോൾ. അപ്പോൾ കസ്റ്റമർ എന്താണ് പറയണേന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ 100 രൂപ ചോദിച്ചത്. എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ മേഡം എനിക്ക് പറഞ്ഞു, ഇത് ഞാൻ ഓൺലൈനായിട്ട് ചെയ്തത്, അപ്പോൾ എക്സ്ട്രാ എത്ര. ഞാനത് എൻ്റെ പറഞ്ഞു, മേഡം എനിക്ക് വേണ്ട, മീൻസ് ഞാനത് ഇന്ന മേഡം എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണെന്നുള്ള രീതിയിൽ ഞാൻ മേഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാ. ചിലപ്പോൾ അതിട്ട് മേഡത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കൊച്ചി റൈഡർ എന്നാണ് മേഡം. ഇതേപോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, സോ ഞാനിത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചതെന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം മേഡം പറഞ്ഞു, ഓക്കെ ഇത് റെക്കോർഡഡ് ആണോ എന്ന് ചോദിച്ചു മേഡം എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഇത് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല മേഡം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൽ മാത്രമേ ഉള്ളൂ, ആരെയും കസ്റ്റമേഴ്സിനെ ഒന്നും ഷൂട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. കാരണം ഇതേപോലെ നിങ്ങളുടെ ഊബർ അക്കൗണ്ട് അപ്പോൾ സീനാകാൻ ചാൻസ് ഉണ്ട്, മീൻസ് പിന്നെ നന്നേക്കുമായിട്ട് ഓടാൻ ചാൻസ് ഇല്ല, നമുക്ക് ഓടാനേ പറ്റൂല ഈ 100 രൂപയ്ക്ക് വേണ്ടി. അപ്പം മെയിനായിട്ട് നിങ്ങൾ കുറേ ഊബർ ഓടണ മച്ചാന്മാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സൂക്ഷിച്ചൊക്കെ ഓടുക. ഈ 100 രൂപ വേണ്ടി നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഓട്ടം കളയാതിരിക്കുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. എനിക്കിപ്പോൾ ഒരു പേഴ്സണൽ ഓട്ടം വന്നിട്ടാ, നമ്മുടെ കൊച്ചിയിൽ നിന്നാണ്. അവൻ ആ പറഞ്ഞ ഇന്ന പോലെ എയർപോർട്ടിലാണ്, വേറെ വണ്ടി വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ സമയം 2:44 ഇനി നമുക്ക് എത്ര നേരം പിടിക്കും തിരിച്ച്
എങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇത് എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ തന്നെയാണ് കൊണ്ടുവന്ന് ഇട്ടേക്കണത്. ഇവിടെ എത്ര രൂപ ചാർജ് ആവുമെന്ന് എനിക്കറിയില്ല, എത്ര മണിക്കൂർ എത്ര രൂപ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിലൊരു ട്രിപ്പ് എടുത്തിട്ട് മാത്രമേ ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുള്ളൂ. സോ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നോക്കട്ടെ ഇന്നത്തെ ദിവസം എയർപോർട്ടിൽ തന്നെ. സോ ഇന്ന് ഏതൊരു VIP വന്നിട്ടുണ്ട്. അവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് എയർപോർട്ടിൽ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് അവിടം വരെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോരാം. കുറേ പോലീസ് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടാ. ശ്രീജേഷ് ബ്രോ അവിടെ ഒരു താറുണ്ട് കണ്ടാ, താറ്, ഓപ്പൺ താറ്. ചിലപ്പോൾ അതിൻ്റെ മേളിൽ നിന്നായിരിക്കും പോണത്. എന്തായാലും നമുക്ക് നോക്കാട്ടാ. എന്തായാലും ശ്രീജേഷ് ബ്രോനെ വരവേൽക്കാൻ വേണ്ടി കുറേ വണ്ടികളും കുറേ മീഡിയക്കാരൊക്കെ ഉണ്ട് അവിടെ. നമ്മ പാവം യൂട്യൂബർ സൈഡിലിരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ വണ്ടി ഈ പാർക്കിംഗ് കൗണ്ടറിൽ കൊണ്ട് ഇട്ടിട്ടാ. എന്തായാലും ഇറങ്ങുമ്പോൾ 100 രൂപ കൊടുക്കണം. എന്നാൽ പിന്നെ 2 മണിക്കൂർ കിടന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. 2 മണിക്കൂർ തന്നെ കിടന്നാൽ മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. ചിലപ്പോൾ 3 മണിക്കൂറാവും. നോക്കാം. ഞാൻ എന്തായാലും എയർപോർട്ടിന് പുറത്തേക്ക് ഇറക്കില്ല. 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഗൈസ് എനിക്ക് ട്രാപ്പ് കിട്ടി ഗൈസ്. ആ മാഡം എൻ്റെ അടുത്ത് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓൺലൈനിൽ ചെയ്തിട്ടില്ല. അവർ ഇതിപ്പോൾ -338 ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ല. എനിക്കിപ്പോൾ പൈസ കിട്ടിയില്ല, അവർ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ, പെട്ടല്ലേ, ട്രാപ്പായി. ഗൈസ് എനിക്ക് പറ്റിപ്പോയത്, ഞാൻ ആ 100 രൂപയുടെ ഇഷ്യൂ മീൻസ് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ ഒരു സംഭവം മാഡം എൻ്റെ അടുത്ത് പറഞ്ഞത് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ട് ബാഗ് എടുത്ത് പോയിട്ടാ. അപ്പോൾ മാഡത്തിന് ഓൺലൈൻ ഒന്നില്ലെങ്കിൽ മിസ്റ്റേക്ക് ആയതായിരിക്കാം. ഞാനാണെങ്കിൽ ആ ഒരു സംഭവം മാഡം ഇന്ന പോലെ ആയിരുന്നിട്ട് റിയാക്ഷൻ അറിയാൻ വേണ്ടിയായിരുന്നു, കൊച്ചി റൈഡർ എന്നാണ് പേരെന്ന് പറഞ്ഞ് ഞാനും വിട്ടു. ഇപ്പം ഞാൻ വാലറ്റ് എടുത്ത് നോക്കിയപ്പോൾ -386. ഓൺലൈനാണ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 823 രൂപ അതിൽ കാണിക്കേണ്ടതാണ്. ഇപ്പം എനിക്ക് മൈനസാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ദൈവം ഇത് ഓൺലൈനിലല്ലല്ലോ അവർ പേ ചെയ്തേക്കണത്. അങ്ങനെ ഒരു സീനുണ്ടായി. അപ്പം ഞാനിപ്പോൾ അതേ ഊബറിൽ ഹെൽപ്പ് എടുത്തിട്ട് ട്രിപ്സ് എടുത്ത് ട്രിപ്സിൽ ഞാനിങ്ങനെ ഊബറിൽ ഡിഡിൻ കളക്ട് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നോ ക്യാഷ് കളക്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ കാശ് കിട്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. പണ്ടാരടങ്ങൻ കിട്ടിയ കാശും പോയല്ല കേസ്. അവിടെ നിന്ന് ഞാൻ ഓടി വെറുതെ വന്നു. ആദ്യത്തെ ട്രിപ്പായിരുന്നു എൻ്റെ, ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാഡം നോക്കിയപ്പോൾ അത് ഓൺലൈനിൽ ചെയ്തിട്ടുള്ളതായിട്ടും കാണിച്ചിട്ടുണ്ടാവും. മീൻസ് അത് വിട്ടുപോയി. എനിക്ക് വേറെ ഓപ്ഷനില്ല. ഇനി അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഓപ്ഷനില്ല. ഇനി ഊബർ ഓഫീസിലോട്ട് വിളിച്ച് നോക്കണം എങ്ങനെയാണെന്ന്. ഊബർ ഓഫീസിൻ്റെ നമ്പർ എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പറയാട്ടെ. താങ്കൾക്ക് പണം കളക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ട്രിപ്പിന് വേണ്ടി മുൻപ് ക്രമീകരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ക്രമീകരണം നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് മുൻപ് ക്രമീകരണം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി ഒരു അഭ്യർത്ഥന ഉന്നയിക്കാൻ താഴെ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ദയവായി കോൾ വിച്ഛേദിക്കുക. ഗൈസ്, അപ്പോൾ സംഭവിച്ചത് ഇതാണ്. ഊബറിലെ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്തും അത് തന്നെയാണ് പറയണത്. അത് തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ വാലറ്റിൽ മാറിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി അത് കിട്ടുമോ ഇല്ല എന്ന് ദൈവത്തിനറിയാം. ചെയ്തിട്ടില്ല കണ്ടോ, ട്രാപ്പായി ഗൈസ്. ആ കാശ് എന്തായാലും പോയി ഗൈസ്, പെട്ട്. നമ്മുടെ മച്ചാൻ വന്നിട്ടാ. ഇവിടെ ഭയങ്കര ക്രൗഡായിട്ടാ, അടിപൊളി. അച്ഛോ അതേ ഹോക്കി മച്ചാൻ, അടിപൊളി. പറപ്പിച്ച് അടിപൊളി നടത്തിവിട്ട്. ഒരു ഫ്ലൈറ്റ് പോയി. ആ മേടവാണ് തോന്നണ പോയത്, പെട്ട്. പൈസ പോയിരുന്നപ്പോഴാണ് നമ്മുടെ ശ്രീജീഷ് ബ്രോ പോയത്. പൈസ കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചോണ്ടിരിക്കണേണ്ട. നമ്മൾ ഇത്ര ടെൻഷൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീജേഷ് ബ്രോ പോയത്. അതുകൊണ്ട് മര്യാദക്കൊന്നും കാണാൻ പറ്റില്ല കേസ്. അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ പോയി ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കണമായിരുന്നു. ഇതിപ്പോൾ ഒന്നും കാണാനും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു വിഷ്വൽ എടുത്ത് ഇറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മേഡത്തിൻ്റെ വീട് എനിക്കറിയാം.
അതായത് നമ്മുടെ പള്ളുരുത്തിൽ നിന്ന് തന്നെയാണ് കയറി വന്നത്. അപ്പോൾ ഇനി ഇത് കയറിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് നോക്കാം. എന്തായാലും പേയ്മെൻറ്റ് കിട്ടും. ഞാൻ ആ കാര്യം വിട്ടിരിക്കണമായിരുന്നു. ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ, പക്ഷെ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഞാനത് വിട്ടുപോയി. ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ അതിൻ്റെ തിരക്കുമായി പോയി. നമ്മുടെ മൈൻഡ് കട്ടായി പോലെ ഗൈസ്, അങ്ങനെ പറ്റിപ്പോയതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് പൈസ വന്നില്ലെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് വീട്ടിൽ പോയി സംസാരിച്ച് നോക്കാം, അതേ നടക്കുള്ളൂ. വീടിൻ്റെ കാര്യം ഞാൻ മറന്നിരിക്കണമായിരുന്നു. പിന്നെ ആലോചിച്ചെടുത്തപ്പോഴാണ് വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. സോ അവിടെ ചെന്ന് സംസാരിച്ച് നോക്കാം. അവിടെ വീട്ടിലാരെങ്കിലും ഉണ്ടാവില്ല, അങ്ങനെ സംസാരിച്ച് നോക്കാം. പക്ഷേ ഗൈസ്, ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമം. ശരിക്കും നമുക്കിപ്പോൾ ഇതിൽ റിട്ടേൺ വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പിക്ക് ചെയ്ത വീടറിയാം. ഇപ്പം ഇൻ കേസ് ഇത് റോട്ടിൽ നിന്ന് വല്ലതും വന്ന് കയറിയ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. സോ നിങ്ങൾ ഊബറിൻ്റെ ഡ്രൈവർമാരൊക്കെയാണ്, ഓൺലൈൻ ഡ്രൈവേഴ്സ് ആണെങ്കിൽ മസ്റ്റായിട്ടും ക്യാഷ് കളക്ട് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്തായാലും കളക്ട് ചെയ്തിരിക്കുക. എനിക്ക് കിട്ടിയ പോലത്തെ പണി കിട്ടരുത് കേട്ടോ കേസ്. ഞാനിപ്പോൾ സീനാണ്. ആകെ കണ്ടിട്ട് ഒരു വിഷമം ആകെ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ CNG കത്തിച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ പോയി. ഇവിടെ എപ്പോൾ വന്നു ആലോചിച്ച് നോക്കിയതണ്ട, 2:45 വന്ന 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട്. അപ്പം ഇങ്ങനെ ഒരു ട്രിപ്പിന് വേണ്ടി പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ അവസ്ഥ, അത് പൈസ കിട്ടിയില്ല എന്നും കൂടി അറിയുമ്പോഴുള്ള മാനസികാവസ്ഥ ശോകമാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഡ്രൈവേഴ്സ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നോക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് ക്യാഷ് കളക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓൺലൈനാണ് ചെയ്തതെന്നുണ്ടെങ്കിലും നമുക്ക് പൈസ വരില്ല. ഇതിപ്പോൾ കണ്ട എൻ്റെ ഓൺലൈനാണെന്ന് പറഞ്ഞ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ട ഇത് -338. ഇപ്പോൾ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വാലറ്റിൽ 835 രൂപ കാണിച്ചാണ്. ഇതിപ്പോൾ കണ്ട ഓൺലൈനിലല്ല ചെയ്തേക്കണത്. എന്തായാലും ഞാൻ ട്രാപ്പാണ് ഗൈസ്. സംസാരിച്ച് നോക്കാം, മനുഷ്യനല്ലേ, കിട്ടുമായിരിക്കും. ഞാൻ ആ മേഡത്തിൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. ഞാനല്ല പോയത്, നമ്മുടെ അനിയൻപിള്ള പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ടർബോ പോയായിരുന്നു. ടർബോനെ ഞാൻ വിട്ട് ഒന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ മേഡത്തിൻ്റെ അമ്മേനെ കണ്ടു. ഇങ്ങനെ കാര്യം ഇങ്ങനെയാണ് സംഭവം, പൈസ ഓൺലൈനായിട്ടല്ലായിരുന്നു ചെയ്തത്, ഓട്ടോ ഡെബിറ്റ് അല്ല, ക്യാഷ് കളക്റ്റഡ് എന്നുള്ള ഓപ്ഷനാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ മേഡത്തിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ മേഡം എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ട്, ഇത്തിരി തിരക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡം ഇന്ന പോലെ പൈസ കിട്ടിയിട്ടില്ല, ഓട്ടോ ഡെബിറ്റ് അല്ല, മേഡം ഒന്ന് ചെക്ക് ചെയ്യുമോ, ചെക്ക് ചെയ്തിട്ടൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താവോ എന്തോ. നമ്മൾ വന്നിട്ട് ഇപ്പോൾ അതെ 1.5 മണിക്കൂറായി. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ഇന്നത്തെ. പിന്നെ ഊബറിൽ ട്രിപ്പൊന്നും വന്നിട്ടുമില്ല കേട്ടോ. സത്യസന്ധമായിട്ടുള്ള കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഞാൻ മേഡത്തിനോട് പറഞ്ഞു, എനിക്ക് ഊബറിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു കസ്റ്റമറാണ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ പോയതാണ്. ഇപ്പം ഇങ്ങനെ തൊട്ടടുത്ത് വീടായത് കൊണ്ട് തന്നെ നമുക്ക് മേഡത്തിൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി മേഡത്തിൻ്റെ നമ്പർ കിട്ടി. അങ്ങനെ സംസാരിച്ച് മേഡത്തിന് പ്രോബ്ലം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഞാൻ മേഡത്തിനോട് പറഞ്ഞു, ഇതിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാനതിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം, എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് തരാം, അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്നുള്ള. ഞാൻ പറഞ്ഞു, മാഡം ഗൂഗിൾ പേ ചെയ്തോ, ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നേണെന്നുണ്ടെങ്കിൽ മാഡം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ആ എമൗണ്ട് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചിട്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ പൊന്നു മച്ചാന്മാരെ, കുറച്ച് നേരം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ആദ്യത്തെ ട്രിപ്പാണ്. നമുക്ക് ആദ്യത്തെ ട്രിപ്പ് തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് നിങ്ങൾ പഠിക്കേണ്ടത് മാക്സിമം ക്യാഷ് കളക്ട് എന്നുള്ള ഓപ്ഷൻ നോക്കാൻ പഠിക്കുക. ഇങ്ങനെയും കുറച്ച് വള്ളികളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഓൺലൈൻ ടാക്സി ഫീൽഡിൽ. മീൻസ് അത് നമ്മളത് ശരിക്കും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ജോലി തന്നെയാണത്. നമ്മളെല്ലാം നോക്കണം, നോക്കിയും കണ്ടും ചെയ്യണം. ഇപ്പം എന്നെ പോലെ ഞാൻ ഓക്കെ മാഡം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്, മനസ്സിലായത്. അത് ഞാൻ നോക്കിയില്ല. അത് ക്യാഷ് കളക്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് ഞാനത് നോക്കിയില്ല. ഇപ്പം ഇതേപോലത്തെ നല്ല നല്ല കസ്റ്റമറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്യാഷ് ഇട്ട് തരും. അപ്പോൾ വേറെ വല്ല ഹിന്ദിക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ഏത് ഭാഷയിൽ പറയും, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല. പുറത്തുനിന്ന് വല്ലതും വെച്ച് കയറിയ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവർ പോയില്ലേ, നമ്മുടെ പൈസ പോയി. നമ്മൾ ഇവിടെ വന്ന് വെറുതെ നിന്ന് ടോളിൻ്റെ പൈസയും നമ്മൾ ഇവിടം വരെ CNG കത്തിച്ച് വന്ന പൈസയും എല്ലാ പൈസയും പോയി. എൻ്റെ ദൈവമേ, ഫസ്റ്റ് ട്രിപ്പാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ആ വീട്ടിൽ ചെന്ന് നോക്കാൻ നമ്മുടെ തൊട്ടടുത്ത് ടർബോ കടയുള്ളതുകൊണ്ട് അവൻ വീട്ടിൽ ചെന്ന് സംസാരിച്ച് ഡീലായി സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. എൻ്റെ പൊന്നെ, ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്രെഡിറ്റ് ആയിട്ടാ ഗൈസ്, സെറ്റായിട്ടാ.
ക്രെഡിറ്റ് ആക്കി തന്നിട്ടാ മാഡം, ക്രെഡിറ്റ് ആക്കി തന്നു. ഓഫ് എൻ്റെ ദൈവം, ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അല്ലെങ്കിൽ CNG പൈസ കൊടുക്കണം, ഊബറിന്റെ പൈസ കൊടുക്കണം, ടോളിന്റെ പൈസ കൊടുക്കണം, ഊബറിന് കമ്മീഷൻ കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് നമ്മ ഫ്രീ റൈഡ് ആണെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കസ്റ്റമറെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. എൻ്റെ കൂടെ മാതാവ് ഉണ്ട് കേട്ടാ, മാതാവേ താങ്ക്സ് എ ലോട്ട്. അടിപൊളി. ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാടാ. ഇപ്പൊ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടാ. നമ്മ വന്നിട്ട് 2 മണിക്കൂർ 4:30 മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അല്ലെങ്കിൽ പിന്നെയും എക്സ്ട്രാ 100 രൂപ കൂടി കൊടുക്കേണ്ടി വരും. സോ നമുക്ക് 4:30 വരെ നോക്കുന്നു. ട്രിപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ നേരെ വിടറേണ്ടി ഇവിടെ നിന്ന് ഗൈസ്. ഇനി നമുക്ക് 10 മിനിറ്റും കൂടി ഉള്ളൂ ഇവിടെ കിടക്കാൻ. അല്ലെങ്കിൽ ഇനിയും 100 രൂപ കൊടുക്കേണ്ടി വരും. എയർപോർട്ടിനെ സംബന്ധിച്ച് 2 മണിക്കൂർ 100 രൂപയാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ പോകണമെന്നുണ്ടെങ്കിൽ 60 രൂപ കൊടുക്കണം. സോ ഒരു 40 രൂപയും കൂടി കൊടുത്ത് നമുക്ക് എയർപോർട്ടിൽ നിൽക്കണമല്ലോ അല്ലത്. അതാകുമ്പോൾ 2 മണിക്കൂർ നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ 2 മണിക്കൂർ കൂടുതലാവുമ്പോൾ 200 രൂപയാവും. മനസ്സിലായി? സോ നമുക്ക് മാക്സിമം 2 മണിക്കൂർ നിൽക്കാം. ഒരു 40 രൂപയും കൂടി കൊടുത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ഇതിൽ നല്ലത് കേട്ടോ. ഞാൻ അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ നിൽക്കണുണ്ട് ഇപ്പം. എന്നിട്ടും രക്ഷയില്ല. 40 രൂപ പോയത് മെച്ചം. 40 രൂപ ചില സമയത്ത് ഉപകാരമായി വരാനും ചാൻസ് ഉണ്ട്. ഒരു ട്രിപ്പും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ചിട്ടാ കിട്ടി എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. എന്തായാലും ഇത്ര നേരം ടെൻഷൻ അടിച്ചു. മേഡം ഇട്ട് തന്നു, നല്ലൊരു മേഡമായിരുന്നു. സോ പൈസ കിട്ടി, അതുകൊണ്ട് ടെൻഷൻ പോയി. ഇപ്പോൾ എന്തായാലും ഊബറിൽ അടുത്ത ട്രിപ്പ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. 8 മിനിറ്റും കൂടി ഉള്ളൂ. നേരെ 8 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വണ്ടി പുറത്തേക്ക് ഇറക്കുന്നു. നേരെ ആലുവയിൽ എവിടെയെങ്കിലും പോയി കിടക്കാം. അതേ നടക്കുള്ളൂ. ചമരെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി. ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് ഓണാക്കിയപ്പോൾ തന്നെ വന്ന ട്രിപ്പായിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ എടുത്തപ്പോൾ തന്നെ ട്രിപ്പ് വന്നതും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ നൈസായിട്ട് സ്കൂട്ടാകാം. എന്നിട്ട് നമ്മുടെ അപ്പാപ്പൻ്റെ അടുത്ത് പോയി ഒരു നാരങ്ങ വെള്ളം കഴിച്ചിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം കേട്ടോ. കാരണം ഇനി ഈ സമയത്തൊക്കെ നല്ല ഓട്ടം കിട്ടേണ്ടതാണ്. എയർപോർട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ, എയർപോർട്ടിൽ ഓട്ടം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ലെന്ന് എനിക്ക് തോന്നണം. അടിയിൽ നിന്ന് മഞ്ഞില്ലല്ലോ എത്ര നേരമായിട്ട്. കാലടിച്ച് തന്നെ പോകേണ്ടി വരും. 4:30 മണിയായി. ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടൊന്നും കൂടി ഓൺലൈൻ ആക്കിയിട്ടേക്കാം. നമുക്കിവിടെ നിന്ന് തിരക്കാം ഗൈസ്. വെറുതെ ഇവിടെ കിടന്ന് സമയം കളയാൻ. അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ നടക്കുന്നുണ്ട്. നമുക്ക് ക്യൂ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാടാം. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാം. ശരിക്കും ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഇതാണ്. ട്രിപ്പ് കിട്ടൂല നമുക്ക്. ഭ്രാന്ത് പിടിച്ചാകെ അലാക്കായി പോകും. അടുത്ത കുരിശി വെഹിക്കൽ നമ്പർ KL 43R 3008 130 രൂപ പിടിച്ചിട്ടാ എൻ്റെ കയ്യിൽ നിന്ന്. 130 രൂപ സെറ്റ്. 100 രൂപ കേട്ടോ, 130 രൂപ പിടിച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ഒരു ഓൺലൈൻ ടാക്സിക്കാരുടെ അവസ്ഥ. ഒരു റിട്ടേൺ ട്രിപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. ഇപ്പം 800 രൂപ കിട്ടിയെന്ന് അതിന് 130 രൂപ പോവുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് പിള്ളേരൊക്കെ 100 രൂപ എക്സ്ട്രാ ചോദിക്കണത്. മനസ്സിലായി? അല്ലെങ്കിൽ ഊബർ അത് അറിഞ്ഞ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഊബർ ഇൻക്രീസും ചെയ്യൂല. ഇപ്പോൾ പിള്ളേർ 100 രൂപ ചോദിക്കണതിന് ഒരു തെറ്റും ഞാൻ കാണണല്ലോ കേട്ടോ. 100 രൂപ ഒരിക്കലും കസ്റ്റമേഴ്സ് അറിഞ്ഞെങ്കിലും കൊടുക്കണം. എയർപോർട്ട് ട്രിപ്പ് എടുക്കണവർ, കൊച്ചിയിൽ നിന്ന് എയർപോർട്ട് ട്രിപ്പ് എടുക്കണവർ 100 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും 130 രൂപ നമ്മുടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. 130 രൂപ പോവുകയും ചെയ്ത് കാലിക്ക് നമ്മൾ ട്രിപ്പ് പോകണേ കേട്ടോ. നമ്മൾ എന്തായാലും വിധിച്ചത് കിട്ടും നമുക്ക്, അല്ലേ? അത്രയും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. കിട്ടുമ്പോൾ കിട്ടട്ടെ. ഇനിയും നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് 200 ആവും. പിന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 300 ആവും. പിന്നെ ഇവിടം വരെ വന്നത് വെറുതെ ആവും. ട്രിപ്പേ ഉണ്ടാവില്ല. സോ പുറത്തിറങ്ങി ചില്ലറ 150 200 ഓട്ടോ എടുത്തിട്ട് വീട്ടിലോട്ട് പോവാം ഗൈസ്. ഇവിടെ നമ്മുടെ അത്താണിയിൽ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. നമ്മൾ കൊച്ചിയിലേക്ക് പോകാൻ ടേൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത്താണി എത്തിയപ്പോൾ 3-4 പേര് കൈ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് വെച്ച് ചേട്ടാ എറണാകുളത്തേക്കാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എറണാകുളത്തേക്കാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല ട്രിപ്പ് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നില്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ പോയി ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ ഇവിടെ വരെ ഉള്ളൂ എന്ന് പറയും. വെറുതെ അവരുടെ ഓട്ടം കളയാൻ വേണ്ടി. ലാസ്റ്റ് ഞാൻ എടുത്തില്ല ടൈസ്. എനിക്ക് നെഗറ്റീവ് മൈൻഡൊക്കെ എനിക്ക് ആരും വണ്ടി കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനത്തെ മൈൻഡൊക്കെ വരും. ഞാൻ ചായ കുടിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചായ കുടിക്കും. എനിക്ക് ട്രിപ്പ് വേണ്ട, ചായ മതി. ഇത്ര നേരം നമ്മൾ അവിടെ ട്രിപ്പ് നോക്കി എന്നിട്ടേ ട്രിപ്പ് കിട്ടിയില്ല. എന്നിട്ട് ഇപ്പം ഞാൻ അതിലേക്ക് കൂടി വന്നപ്പോൾ കൈ കാണിച്ച് ട്രിപ്പ് വേണ്ട, എറണാകുളത്തേക്കാണ്. ഞാൻ എറണാകുളത്തേക്കല്ല, അങ്ങനെ പോകണ്ട, വേറെ വണ്ടി വിളിച്ച് പോവാ നോക്കെന്ന് പറഞ്ഞു.
ചില സമയത്തൊക്കെ നമുക്ക് ഭ്രാന്ത് കയറും. നമുക്ക് ഇങ്ങോട്ട് വന്ന് ട്രിപ്പ് കയറിയാലൂല്ലേ, എടുക്കരുത് അങ്ങനത്തെ മൈൻഡാണ്ടാ. ചില സമയത്ത് എന്റെ മൈൻഡ് മാറില്ല, അങ്ങനെ ചീത്ത മൈൻഡൊക്കെ വരും എനിക്ക്. ഇതിൽ കിട്ടുന്ന ട്രിപ്പ് മാത്രം മതി, വേറൊരു ട്രിപ്പും വേണ്ട. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ പോയി ഒരു ചായ കുടിക്കട്ടെ ഗൈസ്. എൻ്റെ മൈൻഡ് ഫുള്ള് ചായയിലായിരുന്നു. സോ ഞാൻ ചായ കുടിച്ചിട്ട് വരാട്ടാ ഗൈസ്. 5:44 ചായ കുടിച്ച് ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി. ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലുവയാണ്. ഇതുവരെ നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടില്ലടാ, ഫുൾ ഓണാണ് സെറ്റ്. ദൈവമേ, ഫൈൻഡിങ് ട്രിപ്സ് കാണിക്കണമല്ലോ. ഫൈൻഡിങ് ട്രിപ്സ് കാണിച്ചില്ലെങ്കിൽ ട്രിപ്പ് കിട്ടൂലട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓഫാക്കിയിട്ട് ഓണാക്കണം. അങ്ങനെ ഒരു സീനും കൂടി ഉണ്ട്. അത് ഇവിടെ നിൽക്കണേ, ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 1 മണിക്കൂറായി. ഇനി ഞാൻ അപ്പുറത്തോട്ട് മാറ്റിയിടാം, ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എവിടെയെങ്കിലും കൊണ്ടിടാം ഗൈസ്. ഞാൻ ആലുവയിൽ കൊണ്ടുവന്നിട്ടുണ്ടാ. അവസ്ഥ വളരെ ശോകമുള്ള ഗൈസ്. 6 മണിയായി, ട്രിപ്പൊന്നും കിട്ടണല്ലോ. കണ്ട, ഞാൻ നിൽക്കണതിൻ്റെ 5 കിലോമീറ്റർ അപ്പുറത്ത് സർജ് പ്രൈസിങ് ഇൻ എഫക്റ്റ് ഫുള്ള് റെഡ് കളറാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊരു ഒന്നുമില്ല, ഒരു അടി പോലും ഇല്ല. ശരിക്കും ഇതാണ് എനിക്ക് എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് എടുക്കാൻ മടി, വെറുതെ ശോകം ഇരിക്കുക അന്നത്തെ ദിവസം. ഗൈസ്, ഒരു മച്ചാൻ കമൻറ്റ് അടിച്ചിട്ടുണ്ട്, ബ്രോ നിങ്ങൾ ചില വീഡിയോയിൽ പറയുന്ന ട്രിപ്പില്ല, ചില വീഡിയോയിൽ നല്ല മൂട്ടമുണ്ടെന്നും ഇത് കണ്ട് ഏതെങ്കിലും ആളുകൾ ടാക്സി ഓടണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവില്ല. നിങ്ങൾ സത്യസന്ധമായി പറയൂ, ഒരു മാസം ആവറേജ് ഫാമിലിക്ക് കഴിഞ്ഞു പോകാനുള്ള വരുമാനം കൊച്ചി ടാക്സിയിൽ നിന്ന് ലഭിക്കുമോ ഇല്ലയോ? ഞാനില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാൾ വണ്ടി എടുത്ത് ഇറങ്ങി, അവൻ്റെ കൊച്ചി റൈഡർ പറഞ്ഞിട്ടാണ് ഞാൻ ടാക്സി എടുത്തത്. എനിക്കിപ്പോൾ ഓട്ടോ ഇല്ല, ഒന്നുമില്ല. എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ തോന്നണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കണവരോട് എനിക്ക് ഇല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഓട്ടോ ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ചില വീഡിയോസിൽ ഓട്ടോ ഉണ്ടാവും, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഊബർ. നമുക്ക് എപ്പോൾ ഓട്ടാൻ തന്നെ എപ്പോൾ ഓട്ടാൻ തരൂല എന്നൊന്നും പറയാം, എനിക്ക് എന്നെക്കൊണ്ട് പറയാൻ പറ്റൂല, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഊബർ ഓടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരില്ലെന്ന് തന്നെ പറയുള്ളൂ. ഇപ്പോൾ ഇത് ട്രിപ്പിൻ്റെ കാര്യമൊക്കെ ലക്കാണ്. ശരിക്കും പറഞ്ഞാൽ ലക്ക് എന്ന് പറഞ്ഞാൽ ലക്കാണ്. അത് ട്രിപ്പ് ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഒരാൾ ഇന്ന ഈ ട്രിപ്പ് നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഊബർ ഓഫീസിൽ നിന്ന് ഇട്ടിട്ട് തന്നെയല്ല. നമുക്ക് എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടൂല എന്നൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പം ഇത് ഒരു ഫാമിലിക്ക് കഴിഞ്ഞു കൂടാൻ പറ്റുമോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം ഇല്ലെന്ന് തന്നെ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാൾ ടാക്സി വണ്ടി എടുത്ത് ഊബർ ഓടാൻ വേണ്ടി ഇറങ്ങി റോട്ടിൽ പോയി തെണ്ടി കുത്തി EMI അടക്കാൻ പറ്റൂല, വീട്ടിൽ ഒരു കാര്യവും നടക്കൂല. ഞാടാ പറയുമ്പോൾ തന്നെ ഒരു വണ്ടി പോകണേ കാലിക്ക്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങി ഏതെങ്കിലും ഊബർ ഡ്രൈവർമാരോട് ചോദിക്കും ഓട്ടോ ഉണ്ടോ, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. ചില സമയത്ത് ഓട്ടോ ഉണ്ട്, ചില സമയത്ത് ഓട്ടോ ഇല്ല. ഇത് ഫുള്ള് നമുക്ക് പ്രവചിച്ച് പറയാൻ പറ്റൂല ഇത് ഓട്ടം കിട്ടൂല്ലെന്ന്. ഇപ്പം പുതിയതായിട്ടൊരാൾ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് നല്ല ഓട്ടം കിട്ടും, നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഇറങ്ങി. ലാസ്റ്റ് അവർ അന്നത്തെ ദിവസം മുതൽ ഓട്ടോ ഇല്ലാന്ന് കണ്ടു കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ ചെറിയ പെറ്റി കേസ് മതി, ഹെൽമെറ്റ് വെക്കാത്ത കേസ് അതുവരെ മതി, യൂബറിൽ അറ്റാച്ച് ആക്കൂല. അപ്പം എത്ര പേര് വണ്ടി എടുത്തിട്ട് ഈ പെറ്റി കേസ് ഉള്ളതുകൊണ്ട് വെറുതെ വണ്ടി ഇത്ര പൈസക്ക് സെക്കൻഡ് സെയിൽ അടിച്ച് കളയണ്ടെന്നറിയോ? അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിതിലില്ലെന്ന് മാത്രമേ പറയുള്ളൂ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഊബറൊക്കെ അറ്റാച്ച് ആയിട്ടുണ്ട്. എനിക്ക് ഉള്ള ഓട്ടങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നുണ്ട്. എനിക്ക് ഓട്ടം കിട്ടാത്ത ദിവസം ഓട്ടം കിട്ടിയില്ലെന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഞാനിത് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. എന്തായാലും ഗ്ലോബൽ മാൻ ബ്രോ, ചിന്തിക്കുക, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ബ്രോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ട് മാത്രമാണ് ഇനി ടാക്സി എടുത്ത് ഓടാൻ വേണ്ടി നിൽക്കണേന്നൊന്നും ഇല്ലല്ലോ. ബ്രോ വന്ന് എറണാകുളത്ത് വന്ന് ടാക്സി ഓടുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിക്കി, മനസ്സിലായോ? എന്നിട്ട് ഇനി അവർ പറഞ്ഞ നെഗറ്റീവ് 2 മൈൻഡായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലും ബ്രോ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുത്ത് ഇറങ്ങ്, എന്നിട്ട് അനുഭവിച്ചറിയൂ. ചില ദിവസങ്ങളിൽ ഓട്ടം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ഓട്ടം ഉണ്ടാവില്ല, മനസ്സിലായോ? ഞാനില്ലെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഞാനൊരാളെയും പെടുത്താൻ നോക്കൂല കേസ്. എൻ്റെ അവസ്ഥ ഞാൻ പറയണം, ഓട്ടം കിട്ടണമെങ്കിൽ എനിക്ക് കുടുംബത്തോട് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് എനിക്ക് കുടുംബം നോക്കിക്കൊണ്ടുപോകാനൊന്നും പറ്റണമെന്നില്ലടാ. ഞാനാകെ EMI അടക്കാനും പിന്നെ എൻ്റെ കുറച്ച് അടിച്ചുപൊളി അങ്ങനെ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വണ്ടി ഓടണം. സോ ഫാമിലി പരമായിട്ട് എല്ലാം കറണ്ട് കാശ്, ഗ്യാസ് കാശ്, മറ്റേ ഈ ഫുഡ് മേടിക്കണത്, ഇതൊന്നും എനിക്ക് നോക്കാൻ പറ്റണമെന്നില്ലടാ. ഞാനുള്ള കാര്യം പറയാണ്ട് ഞാൻ കുറച്ച് അടിച്ചു പൊളിച്ച് അടക്കണം ഈ പൈസ കൊണ്ട്, മനസ്സിലായി? EMI അടച്ചു പോകണം, അത്ര സംഭവമുള്ളൂ. എത്ര നേരം എന്നറിയോ ഞാൻ വെറുതെ അടക്കണത്. ഞാനിവിടെ നിന്നും മാറാൻ പോണ കേസ്, എനിക്ക് വയ്യ ഇവിടെ ഇരിക്കാൻ. ഇത്ര തിരക്കുള്ള റോട്ടിൽ പോലും ഒരു ട്രിപ്പില്ലെന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാ ആപ്പും ഓണാണ് സത്യത്തിൽ. എന്നിട്ടും ഒരു ഓട്ടം തന്നെ ഇല്ലെന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ടോ ഓൺലൈനായിട്ട്? പിന്നെ ഞാൻ ഓൺലൈൻ ആക്കണേ, ഓഫ്ലൈൻ ആക്കിയിട്ട് ഒന്നുകൂടി ഓൺലൈൻ ആക്കണേ. ഡിസേബിൾഡ്, സോറി, ഗോ ടു ഓപ്ഷൻ കനോട്ട് ബി യൂസ്ഡ് ഇൻ എയർപോർട്ട് സോൺ. കണ്ടാ, ഇതൊക്കെ സംഭവം, ഒന്നും പറയാൻ പറ്റില്ല.
ഓട്ടോ എപ്പോൾ കിട്ടണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കിട്ടുമ്പോൾ കിട്ടും, ഇത്രേ ഉള്ളൂ. ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏലൂര് കണ്ടാ, എന്താണ് നജത്തുൽ ഇസ്ലാം മസ്ജിദിൻ്റെ സൈഡിലാണ്ടാ. എനിക്ക് കാലടിച്ച് വന്ന് ലാസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ 217 രൂപ കിട്ടി. യാത്രയിലാണ് കിട്ടിയേട്ടാ. ഊബറിൽ വന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു, ഞാൻ അതുകൊണ്ട് ഓഫാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് ഓണാക്കി തന്നെ ഇട്ടേക്കാം. മീൻസ് നമുക്കിത് ഓഫാക്കി ഇടണം, ഒരു ഊബറിൻ്റെ ട്രിപ്പ് എടുത്തില്ലെങ്കിൽ പിന്നെ ട്രിപ്പേ കിട്ടൂല. ഗൈസ് ഞാനിപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലെ പമ്പിലെത്തിയിട്ടാ, CNG പമ്പിൽ. എൻ്റെ CNG പകുതി തീർന്നിരിക്കുന്നതാണ്. ഞാനപ്പോൾ എന്ത് ചെയ്യും, ഫുള്ള് നിറക്കാൻ വേണ്ടി പോണേണ്ട, കാരണം നമുക്ക് തീരുമ്പോൾ നിറച്ചിടാം, അല്ലെങ്കിൽ രക്ഷയില്ല. 338 രൂപ അടിച്ചപ്പോൾ ഫുള്ളായിട്ടാ. ഗൈസ് ഇപ്പോൾ സമയം 8:46 എയർപോർട്ടിലോട്ടും പിന്നെ ഒരു 217 ആ 2 ഓട്ടം മാത്രം കിട്ടിയല്ലോ കേട്ടോ. പിന്നെ റോട്ടിൽ കിടന്ന് മതിയായി. പിന്നെ ഊബറിൽ ഒരു അടി വന്നായിരുന്നു, അത് തിരിച്ച് പിന്നെയും എയർപോർട്ടിലേക്ക്. അപ്പം ഞാൻ ഈ സമയത്ത് പിന്നെയും എയർപോർട്ടിലോട്ട് പോയിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും, തിരിച്ച് വീട്ടിലോട്ട് പോക്കണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും ഊബറൊക്കെ ഓഫാക്കി. അപ്പോൾ മച്ചാന്മാരെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദി ഉണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.